ഞാൻ റീസെൻ്റ്ലി OET പാസ്സായ ഒരു കാൻഡിഡേറ്റാണ്. ഞാൻ കിജൂസാണ് ചൂസ് ചെയ്തത്. അതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം അത്രയും നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രെയിനിയാണ് എനിക്ക് കിജൂസിൽ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയത്. ആദ്യം തന്നെ നമ്മുടെ ബേസിൽ തന്നെ അവർ നമ്മളെ മോൾഡ് ചെയ്യാൻ നോക്കും. കിജൂസിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഗ്രാമർ സെക്ഷൻ ആയാലും ബാക്കിയുള്ള കോമൺ ഇംഗ്ലീഷ് കാര്യങ്ങൾ, എറേഴ്സ് ഒക്കെ ഇതുവരെ ആരും പറഞ്ഞില്ലാത്ത പല കാര്യങ്ങളും എനിക്ക് കിജൂസിൻ്റെ സൈറ്റിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതുമാത്രമല്ല ഇൻഡിവിജ്വൽ സെക്ഷൻ എടുത്തപ്പോൾ തന്നെ ഓരോ ട്യൂട്ടേഴ്സും നമുക്ക് കിട്ടുന്ന ട്യൂട്ടേഴ്സ് എല്ലാം നമ്മൾ ഓരോ ടൈമും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മുടെ എന്ത് ഡൗട്ടും ഏത് ടൈം വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അത്രയും ഫ്രീ ആയിട്ട് വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ഞാൻ ടീച്ചേഴ്സിനോടുള്ള ജേർണി എൻജോയ് ചെയ്തത്. കാരണം അത്രയും കംഫർട്ടബിൾ ആയിരുന്നു. ഇതിന് മുന്നേ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ട്, പക്ഷേ അവിടെ നിന്ന് എനിക്ക് ഇതിൻ്റെ പകുതി ഒരു കംഫർട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്കത് ഇവിടുന്ന് തോന്നി. ട്യൂട്ടർ വളരെയധികം സപ്പോർട്ടീവായിരുന്നു. എൻ്റെ ട്യൂട്ടറിനെ പറ്റി പറയാതിരിക്കാൻ എനിക്ക് ഒരുപാട് എൻ്റെ എറേഴ്സും കാര്യങ്ങളും ഒക്കെ പുള്ളിക്കാരി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് ഒരുപാട് മിസ്റ്റേക്ക് എനിക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ വളരെയധികം ഹാപ്പിയാണ് ടീച്ചേഴ്സ് ചൂസ് ചെയ്തതിൽ. അതുമാത്രമല്ല ഫൈറ്റേഴ്സിനാണ് എന്നെ കിട്ടിയത്. അതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം എനിക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ എവിടെയെങ്കിലുമൊക്കെ വരുമ്പോൾ എന്ത് കാര്യത്തിലായാലും ജസ്റ്റ് ഞാൻ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഓൺ ദ സ്പോട്ട് എനിക്ക് റിപ്ലൈ കിട്ടുമായിരുന്നു. അവരെന്നെ ത്രൂ ഔട്ട് മൈ ജേർണി അവരെൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോ ടൈമും അവരെനിക്ക് അവൈലബിൾ ആയിരുന്നു. എൻ്റെ കൂടെ ആരോ ഉള്ളൊരു ഫീലായിരുന്നു, ഒറ്റയ്ക്കല്ല. എൻ്റെ കൂടെ വലിയൊരു ടീം എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ത്രൂ ഔട്ട് ദ ജേർണി ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ജസ്റ്റ് ഞാൻ ഡെസ്പായിരുന്നു. ഈ OET കാര്യങ്ങളൊക്കെ കുറിച്ച് ഓർത്ത് ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഡെസ്പായിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു കൗൺസിലിംഗ് സെക്ഷനൊക്കെ അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. അതിലൊക്കെ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ ടിജൂസ് ചൂസ് ചെയ്ത് OET പാസ്സാകാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ എടുത്ത ഒരു ബെസ്റ്റ് ഡിസിഷനായിട്ട് തന്നെ ഇതിനെ കാണുന്നു.